ഒരിക്കൽ ബാബയുടെ സേവന മേഖലയിൽ ദൈവീക നിയമങ്ങളുടെ പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കാൻ ബ്രഹ്മബാബ തീരുമാനിച്ചു. ഓരോ ബ്രാഹ്മണാത്മാവും പാലിക്കേണ്ട വളരെ സൂക്ഷ്മമായ 3 നിയമങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ബാബ സംസാരിച്ചു. ഒരിക്കലും നിയമത്തെ സ്വന്തം കയ്യിലെടുക്കരുത്. ബ്രഹ്മബാബ പറയാറുണ്ടായിരുന്നു, ഈ ഭൗതിക ലോകത്ത് പോലും ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാറുണ്ട്. അവൻ്റെ ശിക്ഷ വിധിക്കുന്നത് ജഡ്ജിയാണ്. അതുപോലെ മധുരമായ കുട്ടികൾക്ക് ആരുടെയെങ്കിലും പഴയ സംസ്കാരമോ പ്രവൃത്തിയോ മുഖേന ദുഃഖം ലഭിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ പരുഷമായ വാക്കുകളാൽ ശിക്ഷിക്കരുത്. അല്ലെങ്കിൽ അവരുടെ ബലഹീനതയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കരുത്. അങ്ങനെ അന്തരീക്ഷത്തെ ഒരിക്കലും നശിപ്പിക്കരുത്. പകരം നിങ്ങൾക്ക് ഇത് ശിവബാബയോട് പറയാം. അവരെ താക്കീത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കും. മറ്റ് ബ്രാഹ്മണാത്മാക്കളുടെ നേരിട്ടുള്ള സമ്മാനങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. ബാബ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളെല്ലാവരും ഈ ദൈവീക കുലത്തിൻ്റെ മക്കളാണ്. ദൈവമാണ് ദാതാവ്. നിങ്ങളുടെ പിതാവ് തന്നെ പരിധിയില്ലാത്ത ദാതാവായിരിക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് സ്വീകരിക്കാനാവുക? അതിനു പകരം നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ യജ്ഞത്തിലേക്ക് നൽകുകയാണെങ്കിൽ 21 ജന്മത്തിലേക്കുള്ള പുണ്യം സമ്പാദിക്കാനാകുന്നതാണ്. അത് നിങ്ങൾ യജ്ഞത്തിൽ നിന്നും എടുക്കുകയാണെങ്കിൽ നിമിത്തമായ ആത്മാവിനെ ഓർക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഓർക്കും, ഇത് എനിക്ക് ദൈവം തന്നതാണ് എന്ന്. നിങ്ങളുടെ നിമിത്ത ആത്മാക്കളോട് എപ്പോഴും സഹകരണവും പരിഗണനയും നൽകുക. അവർ ഇളയതാണെങ്കിൽ കൂടിയും ബാബ ഇങ്ങനെ പറയാറുണ്ട്, അവർ നിങ്ങളെ ഒരു ജോലിക്കോ ഒരു ഉത്തരവാദിത്വത്തിനോ വേണ്ടി നിർദ്ദേശം നൽകിയാൽ അവരെ എതിർക്കുന്നതിന് പകരം അവർക്ക് വളരെയധികം ബഹുമാനവും സഹകരണവും നൽകണം. അവരുടെ നിർദ്ദേശങ്ങളിൽ നീരസപ്പെടുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് പൈശാചികമായ നിയമങ്ങളുടെ ഭാഗമാണ്. എന്തെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകതയോ പാഴ്ചിന്തകളോ അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അവരുടെ ദൗത്യത്തിനു വേണ്ടി നിമിത്ത ആത്മാക്കൾക്ക് ഉയർന്ന ചിന്തകളും ആശംസകളും നൽകുന്നത് നിലനിർത്തുക. എല്ലാ കുട്ടികൾക്കും ജീവിക്കുന്ന മാതൃകയായിരുന്നു ബ്രഹ്മബാബ. ബാബയ്ക്ക് യജ്ഞത്തിനോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു. രാവും പകലും ബാബയുടെ പാട്ട് ഇതായിരുന്നു, സേവ സേവ സേവ. ഒരു പഴയ ശരീരത്തിൻ്റെ പിന്തുണ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും ബാബ ഒരു ദിവസം 18 മണിക്കൂറിലധികം സേവനം ചെയ്യാറുണ്ടായിരുന്നു. പലപ്പോഴും ബാബ രാത്രിയിൽ ഉണർന്നിരുന്നുകൊണ്ട് വ്യത്യസ്ത സേവന മാർഗങ്ങൾ കണ്ടെത്താറുണ്ടായിരുന്നു. ഇത്രയും വാർദ്ധക്യത്തിലും എല്ലാത്തരം ശാരീരിക സേവനങ്ങളും ബ്രഹ്മബാബ ചെയ്യാറുണ്ടായിരുന്നു. കുട്ടികൾ ബാബയോട് ചോദിക്കും, ബാബ അല്പം വിശ്രമിച്ചുകൊള്ളൂ,
ഞങ്ങൾ സേവനത്തെ പരിപാലിച്ചു കൊള്ളാം. അപ്പോൾ ബാബ മറുപടി പറയും, അല്ല മധുരമായ കുട്ടികളെ, ഈ യജ്ഞം വളരെ മധുരവും സ്നേഹമുള്ളതുമാണ്. എൻ്റെ മനസ്സിന് ഇത് വളരെ സന്തോഷകരമാണ്. ശിവബാബയുടെ യജ്ഞത്തെ ഒരാൾ പാലിക്കുന്നുവെങ്കിൽ തിരിച്ച് യജ്ഞം ആ ആത്മാവിൻ്റെ പരിപാലന ഏറ്റെടുത്തുകൊള്ളും. രാത്രിയിലെ ക്ലാസ് കഴിയുമ്പോൾ ബാബ കുട്ടികളോട് ചോദിക്കാറുണ്ടായിരുന്നു, മധുരമായ കുട്ടികളെ, എനിക്ക് നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എനിക്കായി എന്തെങ്കിലും സേവനമുണ്ടോ? ഞാൻ നിങ്ങളുടെ അനുസരണയുള്ള ദാസനാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കുട്ടികളുടെ കണ്ണുകൾ ബാബയോടും യാഗത്തോടും ഉള്ള സ്നേഹത്താൽ നിറഞ്ഞൊഴുകും. ഈ രീതിയിലാണ് ബാബ സേവനത്തിനു വേണ്ടി കുട്ടികൾക്ക് പ്രചോദനം നൽകിയിരുന്നത്. അവരെ ഈശ്വരീയ നിയമങ്ങളുടെ പ്രാധാന്യം സേവനത്തിൽ പഠിപ്പിച്ചിരുന്നത്.